പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം നേരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ അടുത്തറിയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കാനാഞ്ചേരി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരൽപ്പം വിശേഷങ്ങളാണ്. കാനാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ കാഴ്ച തന്നെ വിശുദ്ധ റമളാനിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാനമായ കാര്യം ഇവിടങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ തന്നെ ഇത്രയേറെ കാലപ്പഴക്കം വന്ന മറ്റൊരു ജുമാ മസ്ജിദ് ഇല്ല എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളൊക്കെ 2-3 വീഡിയോകളിലായിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങളും കൂടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ആ ബോർഡ് വിശദമായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ ഖബർസ്ഥാനാണ് അവിടെ കാണുന്നത്. അവിടെ അത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഈ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മുടെ നാട് നേരിട്ട മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാട് നേരിട്ട ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ദൂരദിക്കുകളിൽ നിന്നൊക്കെ ഇവിടെ മയ്യത്ത് മറവ് ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കുമായിരുന്നു. കാര്യം ആ കാലങ്ങളിലൊന്നും അത്രയേറെ ഖബർസ്ഥാൻ്റെ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത കാലത്ത് ഒത്തിരി ദൂരം താണ്ടിയിട്ട് കാനാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളെ മറവ് ചെയ്തതൊക്കെ ആയിട്ട് നമുക്കിവിടങ്ങളിലുള്ള പ്രാചീന നാടുകളിലൂടെയും അതുപോലെ അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. തലമത്തട്ടി എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവരെ മറവ് ചെയ്തിരുന്നത് ഈ പള്ളിപ്പറമ്പിലായിരുന്നു. ഒരു ദിവസം 40ഓളം മയ്യത്തുകളൊക്കെ മറവ് ചെയ്തതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ പള്ളിപ്പറമ്പ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ ധാരാളമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റോഡായിട്ട് കടന്നു വരാൻ വേണ്ടി 2 സൗകര്യങ്ങൾ ഇതിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലൂടെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു വരുന്ന കാഴ്ചകളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ 3 വഴികളിലൂടെ ഈ പള്ളിപ്പറമ്പിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഈ പള്ളിപ്പറമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ചെങ്കല്ല് കൊണ്ടുള്ള മീസാങ്കല്ലുകൾ കാണുമ്പോൾ ഈ പള്ളിയുടെ ഈ ഖബർസ്ഥാനിൻ്റെ പഴക്കം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചെങ്കല്ലുപാറയുടെ മുകളിലായിട്ട് എൻ്റെ മകനാണ്, ചെറിയ മകനാണ്, അവൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. മമ്പുറം തങ്ങളുപ്പാപ്പ ഇവിടം സന്ദർശിക്കുന്ന സമയത്ത് തങ്ങളുടെ ഇഷ്ടപ്പെട്ട വിശ്രമ കേന്ദ്രമായിരുന്നു ആ പാറപ്പുറം. അവിടെ തങ്ങൾ ഇരിക്കുമായിരുന്നു എന്നും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വതന്ത്ര സമരം സജീവമായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടാനൊക്കെ വേണ്ടി ഇവിടെ പോരാളികൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അതിനെല്ലാം സാക്ഷ്യം വഹിച്ചത് കാനാഞ്ചേരി ജുമാ മസ്ജിദും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെയാണ്. അതുപോലെ തന്നെ ഈ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോരാളികൾ ഒരുമിച്ച് കൂടിയിരുന്ന കേന്ദ്രം എന്ന നിലക്ക് ആക്രമിക്കാൻ വേണ്ടി രണ്ടത്താണി ഭാഗത്തായിട്ട് ബ്രിട്ടീഷ് പട വന്നു ചേർന്ന സമയത്ത് പന തുരന്നുകൊണ്ട് അതിൻ്റെ ചോറിന് തീ കൊടുത്തിട്ട് പനക്ക് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ തീ പുകച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന തന്ത്രങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാനാഞ്ചേരി പള്ളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വലിയ ബീരങ്കി, നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ബീരങ്കി സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് പന്തിയല്ല എന്ന് കരുതി ബ്രിട്ടീഷ് പട തിരികെ പോകാനൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല മാലിക് ദിനാറും കൂട്ടരും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അവരുടെ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ഇവിടെ താമസിച്ചിരുന്നു. ഇവിടെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇവിടെയായിരുന്നു അവരുടെ താമസവും അവരുടെ പ്രാർത്ഥനയും. കാനാഞ്ചേരി ജുമാ മസ്ജിദിന് തുടക്കം കുറിക്കാൻ കാരണമായ ഒരു നിമിത്തം കൂടിയാണ്. അവരിൽ ആ കുടുംബാംഗങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും മറവ് ചെയ്യപ്പെട്ടത് ഈ കാനാഞ്ചേരി ഖബർസ്ഥാനിലാണ് എന്നും കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 900 വർഷത്തോളം പഴക്കം വരും കാനാഞ്ചേരി ജുമാ മസ്ജിദിന് ഈ പള്ളിക്ക് എന്നൊക്കെ ചരിത്ര താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതും കാനാഞ്ചേരി പള്ളിക്ക് ഉള്ള പ്രത്യേകതകളിൽ ഒന്നായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ പള്ളി വഹിച്ച പങ്കിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടങ്ങളിലുള്ള പഴയ ഫാമിലി അവർ സംരക്ഷിച്ചു പോരുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് കാനാഞ്ചേരി പള്ളി പോയിരുന്നത്. അതിലൊക്കെയുള്ള പ്രാചീന ആളുകൾ നല്ലൊരു ശതമാനം ആളുകളും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് നോമ്പുതുറ ഉണ്ട്. ഇവിടെ ഇന്നല്ല, റമദാൻ 30ലും നോമ്പുതുറ നടക്കാറുണ്ട്. റമദാന് മുമ്പ് തന്നെ ഓരോ കുടുംബങ്ങളും അത് ഏറ്റെടുക്കും എന്നുള്ളതാണ്. അതിലേക്ക് വരുന്ന ചെലവുകൾ അതാത് കുടുംബങ്ങൾ ഏറ്റെടുക്കും. ഇന്ന് ബദർ ദിനമായതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ ഇന്ന് നോമ്പ് തുറക്ക് ആളുകളുടെ എണ്ണം കുറവാണ്. കാര്യം മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഇന്ന് അവനവൻ്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം നോമ്പ് തുറ തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഇവിടെ ആൾ കുറഞ്ഞത്. നാം എല്ലാവരും മരിക്കുന്ന സമയത്ത് കാമില ഈമാനോട് മരിക്കാനുള്ള ഒരു സബബായി അല്ലാഹുവിനെയും കൂടിച്ചേരലിനെയും ഈ ഇഫ്താറിനെയും അല്ലാഹു ആ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഓരോ ദിവസങ്ങളും ഇവിടുത്തെ നോമ്പുതുറ ഏറ്റെടുക്കുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ നടക്കും. ആ പ്രാർത്ഥനയുടെ കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്.
എന്തായാലും കാനാഞ്ചേരി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കഥകളിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയുമേറെ കാര്യങ്ങൾ വിവരിക്കാനുണ്ട്. പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാണക്കാട് മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ദർസ് ഓതിയിരുന്നത് കാനാഞ്ചേരി പള്ളിയിൽ നിന്നാണെന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് കൈറോയിലേക്ക് തങ്ങന്മാർ ഉപരിപഠനത്തിന് വേണ്ടി പോയതെന്നും ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള സംഭാവനകളൊക്കെ പിരിച്ച് അവരുടെ യാത്രക്ക് വേണ്ടിയുള്ള അവരുടേതായിട്ടുള്ള പങ്ക് പിരിച്ചു കൊടുത്തതിനും കൂടെ കാനാഞ്ചേരി പള്ളി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരും പള്ളിക്കുള്ളിലെ കാഴ്ചകളും അവിടുത്തെ മെമ്പറൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ മെമ്പറിനുണ്ട് കഥ പറയാൻ ധാരാളം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, സങ്കടങ്ങളും സന്തോഷങ്ങളുമായ ധാരാളം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരുപാട് മഹാന്മാർ അന്തി ഉറങ്ങുന്ന ധാരാളം ഖബറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർ, ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കാനും ഈ പള്ളിയും ഈ പള്ളിപ്പറമ്പും ഒന്ന് ചുറ്റിക്കറങ്ങാനും സിയാറത്ത് ചെയ്യാനും മനസ്സ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന സമാധാനം വേറെ തന്നെയായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.